Okay, sir. Okay, thank you very much. Good morning, sir. Good morning. Good morning, all dear members of this forum. Actually, I'm quite new to majority of members except Shaimin. Shaimina, madam, what is your name, madam? Shaimin. Shaimina, sir. Madam. മാഡത്തെ ഒഴിച്ച് ബാക്കി ആരും എനിക്ക് അറിയില്ല. എങ്കിലും വളരെ വളരെ സന്തോഷമുണ്ട്. ഒരു ക്ലബ്ബ് ഇന്നലെ ഉച്ചയ്ക്കാണ് മാഡം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ടോക്ക് നടത്തണമെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്താണ് പറയേണ്ടത് എന്നൊന്നും വലിയ പിടിയില്ല ആ സമയത്തെ. അപ്പൊ ഞാന് ആ ക്ലബിന്റെ പേര് എന്നെ വളരെ വളരെ ആകർഷിച്ചു. 5 AM ക്ലബ്ബ് എന്ന് വരുന്ന രീതിയിലാണ് എൻ്റെ പേര്. അപ്പൊ 5 AM ക്ലബ്ബ് എന്ന് പറയുന്നത് എനിക്ക് പരിചിതമായ ഒരു ടേമാണ്. ആ ക്ലബിന്റെ പേര് ഉള്ള പുസ്തകം എന്റെ കയ്യിൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ മാഡം? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് സർ. അതെ, റോബിൻ ശർമ്മ എഴുതിയ ദ 5 AM ക്ലബ്. അത് വളരെ ഒരു സൂപ്പർ പുസ്തകമാണ്. എന്തെങ്കിലും വായിച്ച് പൂർണ്ണമാക്കാത്തൊരു പുസ്തകം കൂടിയാണിത്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു നേട്ടമാണ് ജീവിതത്തിലെ. ഞാൻ കുട്ടികളോടൊക്കെ പറയും, നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നെങ്കിൽ ജീവിതത്തിന്റെ പകുതി വിജയിച്ചു എന്ന് കണക്കാക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ ഈ 5 AM ഈ രാവിലെ ഉള്ള എഴുന്നേൽപ്പിനെ കുറിച്ച് സദ്ഗുരു എന്ന് പറഞ്ഞ നമ്മുടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഇസ് എ സ്പെക്ടാക്കുലർ ടൈം എന്നാണ്. സ്പെക്ടാക്കുലർ ടൈം, മാജിക് ഹാപ്പൻസ് ഡ്യൂറിങ് ദിസ് പീരിയഡ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ 5 മണിക്ക് എഴുന്നേറ്റ് ഈ ഒരു ക്ലബിന് ഇങ്ങനെ പേരും കൊടുത്തു ഇങ്ങനെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും ഒന്ന് പങ്കുവെക്കാവോ അഭിപ്രായം? എന്തുകൊണ്ട് നമ്മൾ ഈ 5 മണിക്ക് എഴുന്നേറ്റ് ഇപ്പൊ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? എന്തായിരിക്കും അതിന്റെ ഒരു പർപ്പസ്? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ആർക്കും പറയാം, എന്തും പറയാം. നോ ഇഷ്യൂസ്. നിങ്ങളൊരു ശബ്ദം കേൾക്കുകയും ചെയ്യാമല്ലോ. ലൈഫില് സക്സസ് ഉണ്ടാകുന്നതിന് വേണ്ടി, ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി. ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ടാകാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണം. എന്തുകൊണ്ട് രാവിലെ അതിനെ കണക്ട് ചെയ്യുന്നു 5 AM? ഒരു സെന്റൻസ് കൂടെ പറയാം. എന്തുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് ജീവിതത്തെ വിജയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതില് നമ്മുടെ രാവിലത്തെ മെഡിറ്റേഷൻ, എക്സർസൈസ്, അങ്ങനെയുള്ള കുറെ കൾച്ചർ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും. അന്നത്തെ ദിവസത്തിൽ നന്നായിട്ട് എല്ലാ വർക്കുകളും ചെയ്യാനുള്ള ഒരു എനർജി ലഭിക്കും. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് എനർജി. അതെ അതെ, കറക്റ്റ് ആണ്, വളരെ ശരിയാണ്. നമ്മൾ ഫോക്കസ്ഡ് ആവും, നമ്മുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആവും, ഓറിയന്റഡ് ആവും, അല്ലേ മാഡം? രാവിലെ എഴുന്നേറ്റ് ഈ മെഡിറ്റേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ള വളരെ ഫോക്കസ് ആവും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരാളും കൂടെ പറയൂ. ആരെങ്കിലും ഒരാള്, എന്തെങ്കിലും ഒരു പുരുഷന്. സാർ മണി സാർ പറയൂ സാർ. മാജിക് മോർണിംഗ് സാർ. നല്ലൊരു സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്ന ആ സമയമാണ് അത്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഒരു ദിവസത്തിലെ നല്ല ഒരു സമയം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പ്രകൃതി മുഴുവൻ വളരെ ശാന്തമായി നിൽക്കുന്ന സമയവും, അതുപോലെ തന്നെ നല്ല ഓക്സിജനും, അതുപോലെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകുന്ന ഒരു പീരീഡാണത്. അപ്പൊ ആ സമയത്തിൽ നമ്മൾ വളരെ ഉറങ്ങി എഴുന്നേറ്റ് വളരെ ശാന്തമായ ആ സമയത്ത് നമുക്ക് ഒരു പ്രത്യേക എനർജി നമ്മളിൽ ഉണ്ടാവുകയും പ്രകൃതി പോലും വളരെ ശാന്തമായി നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന് ഡബിൾ എഫക്റ്റുമായി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വളരെ സൂപ്പർ ആയിട്ടാണ് സാർ പറഞ്ഞത്. വളരെ ഹാർട്ട്ഫെൽറ്റ് ആയിട്ട്, മൈൻഡ്ഫുൾ ആയിട്ടാണ്. വളരെ സന്തോഷം സാർ. എനിക്കിതൊരു ലേണിംഗ് ഫോർവേഡാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ വന്നത് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള അപ്പുറത്തേക്ക് പഠിപ്പിക്കുക എന്ന ഉദ്ദേശമല്ലല്ലോ, പഠിക്കുക എന്ന ഉദ്ദേശം എനിക്കുള്ളത്. അപ്പൊ സാറ് പറഞ്ഞതിനകത്ത് എനിക്ക് കുറെ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. വളരെ താങ്ക് യു മണി സാർ. അപ്പോ ഞാന് ഈ വൈ എന്ന് പേര് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് പറയാം.
വൈ എന്നിപ്പം സംസാരിക്കുന്ന വിഷയം വൈ എന്ന് പറയാൻ ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ്ബ് എന്നെ എന്തുകൊണ്ട് വിളിച്ചു, എന്നെ അപരിചിതമായ എന്നെ എന്തുകൊണ്ട് വിളിച്ചു, എനിക്കിവിടെ വരാൻ തോന്നുന്ന എന്തുകൊണ്ട്, അങ്ങനെ ഒരുപാട് എന്തുകൊണ്ടുകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച വൈ എന്ന വിഷയത്തെ കുറിച്ച് ആകാം, കുറച്ച് സമയം മതിയല്ലോ, വലിയ ഡ്യൂറേഷനും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഇപ്പം എത്ര പേരുണ്ട്? 10-20ഓളം പേരുണ്ട്. 20 പേരുണ്ട്. 20 പേരിൽ ഞാൻ ഉൾപ്പെടെയാണ്. ഈ നമ്മുടെ ജീവിതത്തിൽ ഒരു വൈ കണ്ടെത്തിയവർ എത്ര പേരുണ്ട്? നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? വേറൊരാള് ഒന്ന് പറയൂ, ഒരാള് ഇതുവരെ സംസാരിക്കാത്ത ഒരാൾ. നമ്മൾ ഈ ലോകത്ത് എന്തിന് ജീവിക്കുന്നു? Why do we live on this planet? What is the purpose of your life on this planet? What is the reason for your life on this earth? അങ്ങനെ ഒരു ഉത്തരം കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജീവിതത്തിന്റെ വൈ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. ചെറുപ്പത്തിൽ ബാല്യത്തിലുള്ള ഒരു വൈ ആയിരിക്കില്ല യൗവനത്തിൽ, യൗവനത്തിലുള്ള ഒരു വൈ ആയിരിക്കില്ല നമുക്ക് ജോലി കിട്ടി ഒരു ഇതിലേക്ക് പോകുമ്പോൾ. അങ്ങനെ പല ഘട്ടത്തിലും കൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൈക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ആ വൈ വളരെ എന്താ പറയുക ഇമ്മെറ്റീരിയൽ ആയി, അതായത് ഒരു അർത്ഥമില്ലാതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടമുണ്ട്. അതുകൊണ്ട് വൈ എന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരത്തിൽ പല പല ഉത്തരങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തായാലും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും പല സമയത്ത്. ആ ലക്ഷ്യം പ്രാപ്തി അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ കാലത്ത് എണിച്ച് വരുന്നതും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരു പ്രത്യേക തരത്തിലൂടെ നീക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെയുള്ള ഉത്തരങ്ങളാണ് തോന്നുന്നത്. താങ്ക് യു സർ. വിൻസെന്റ് സാർ വളരെ ബ്രോഡർ പെർസ്പെക്റ്റീവിൽ സാർ അതിനെ കണ്ടു. വളരെ സന്തോഷം. ഞാൻ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് കണ്ടു എന്ന് വേണം പറയാൻ. വളരെ വളരെ സന്തോഷം. ഞാനും ഈ പറഞ്ഞ കണക്ക് എനിക്കിപ്പോ 52 years ഉണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് വൈ ഒന്നും അറിയില്ല. ഈ ഒരു 7 വർഷം മുമ്പ് കുറച്ചുകൂടി എവിഡന്റ് ആയിട്ടൊരു വൈ എന്റെ ജീവിതത്തിൽ തെളിഞ്ഞു വന്നു. അങ്ങനെയാണ് ഞാനൊരു ട്രെയിനിങ് മേഖലയിലേക്ക് വന്നത്. ട്രെയിനിങ് എടുക്കുക എന്നുള്ള ഒരു പർപ്പസിലേക്ക് വരാൻ കാരണം ആ വൈ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ആശയം നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ കുറെ കാലം സർക്കാർ ജോലിയിൽ 24 വയസ്സ് തൊട്ട് കേന്ദ്ര ഗവൺമെന്റിലും സംസ്ഥാന ഗവൺമെന്റിലും ജോലി ചെയ്തു. ജോലികൾ ചെയ്യുന്നു, ഓക്കെ, പക്ഷെ കുറച്ചുകൂടി എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള തോന്നലോ. ഇടയ്ക്ക് ഞാൻ ഹോളിഡേയ്സില് കുട്ടികളെ പഠിപ്പിക്കും. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ വരും. കൊല്ലത്ത് ഞായറാഴ്ച ഒരു സ്ഥലത്ത് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഫ്രീ ആയിട്ടും ഒന്ന് തരുന്ന എല്ലാവരും പൈസ തന്നാൽ മേടിക്കും, അല്ലാതെ ചോദിക്കത്തില്ല. അങ്ങനെ ഒരു രീതിയിൽ ഇടയ്ക്കൊക്കെ എടുക്കുമായിരുന്നു. അവ ഇംഗ്ലീഷ് എടുക്കുന്നത്. കുറെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കും, അവരെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിക്കും. അവർ നല്ല പെർഫോം ചെയ്യും എക്സാമിനേഷന്. അവർ സംശയങ്ങൾ ചോദിക്കും, ഞാൻ പറയും. അങ്ങനെ ഇങ്ങനെ കുറെ നാൾ 2-3 വർഷം അങ്ങനെ പോയി. അപ്പോഴും എന്തോ ഒരു സംതൃപ്തി കുറവ്. എന്തൊക്കെയോ കുറച്ച് കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്, ഇതല്ല എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രിക്ക്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചു. അത് കുറച്ച് നല്ലൊരു പുസ്തകമാണ്, എല്ലാവർക്കും പരിചിതമായ പുസ്തകമാണ്. നമ്മുടെ ജാപ്പനീസ് ഐഡിയോളജിയുടെ ഏത് പുസ്തകം ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? അതെ, ഇക്കിഗായി എന്ന പുസ്തകം തന്നെയാണ് ഞാൻ വായിച്ചത്. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഇന്നലെ ഡിക്ഷണറിക്ക് ഗൂഗിളിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് നോക്കി. ഞാൻ ഇക്കിഗായി എന്ന് എപ്പോഴും പറയും. ഇക്കിഗായി തന്നെ ആണോ? കാര്യം ഒരു ജപ്പാൻ ഒറിജിനേറ്റഡ് വേർഡ് അല്ലേ. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇക്കിഗായ്, ഈ എന്നൊരു ദീർഘം പറഞ്ഞേക്കുന്നു കേട്ടോ. അത് ഞാൻ ഇന്നലെയാണ് പഠിച്ചത്. അപ്പൊ എവറി ഡേ ഈസ് എ ലേണിംഗ് ഡേ. അപ്പം ഇക്കിഗായ് ഇന്നോട്ട് ഞാൻ ഇക്കിഗായ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് ആണ് അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഇത് ജീവിതത്തിനൊരു
ഒരു ലക്ഷ്യം. സാറ് വിൻസെന്റ് സാറ് പറഞ്ഞത് ഓരോ സമയത്ത് ഓരോ ലക്ഷ്യം ഉണ്ടാവും, അത് കൃത്യമാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം എന്താണെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു. എനിക്ക് ഞാനൊരു ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷനിലാണ്. പ്രൊഫഷൻ സർക്കാർ സർവീസിലാണ്, ഗവൺമെന്റ് സെക്രട്ടറിയിലാണ്. അതിനോട് ചേരുന്ന എന്റെ പാഷനുമായിട്ട് ചേരുന്നുണ്ടോ, ചേർക്കാൻ അല്ലെ എങ്ങനെ എന്താ പറ്റും, അല്ലെങ്കിൽ അതല്ല വേറെ ഏതൊരു പാഷൻ കണ്ടെത്താൻ പറ്റുമോ, പാഷനും പ്രൊഫഷനും ഒന്നാക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ എന്നിൽ നിന്ന്, ഞാനൊരു വ്യക്തിയാണ്, ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി, എന്നിൽ നിന്ന് സമൂഹം എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എൻ്റെ ഒരു ദൗത്യം എന്താണ്, മിഷൻ എന്താണ്? ഇപ്പൊ പ്രൊഫഷനും പാഷനും എന്നിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്ന എൻ്റെ മിഷൻ, ദൗത്യവും, അതുപോലെ തന്നെ ഞാൻ ഇത്രയും സമയം ഇങ്ങനെ അതിനുവേണ്ടി ചിലവഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഒരു എന്താ പറയുന്നത്, കൺസിഡറേഷൻ, അത് പണമായിട്ടോ അംഗീകാരമായിട്ടോ ഒക്കെ വരുമല്ലോ. അതുമെല്ലാം അതെല്ലാം കൂടെ ചേരുന്ന ഒരു സാധനമാണല്ലോ ഇക്കിഗായ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴാണ്, ഞാനൊരു ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുട്ടിക്കാലം തൊട്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പഠിപ്പിക്കും, വീട്ടിലൊക്കെ വന്ന് ട്യൂഷനൊക്കെ. അപ്പൊ ടീച്ചിങ് എൻ്റെ ഒരു മേഖലയാണ്, ഇഷ്ടമുള്ള മേഖലയാണ്. എന്നാൽ ഇപ്പൊ ഒരു ടീച്ചറാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത്? അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ, വൈ ആണ് ഈ ആവർത്തിച്ചുകൊണ്ട്, എന്തോ ആ വൈയിലേക്ക് എത്താനുള്ള പ്രോസസ്സ് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു സ്പീക്കറാണ്. ഞാൻ എൻ്റെ സർവീസ് സംഘടനയിലൊക്കെ ഞാൻ സംസാരിക്കാൻ പഠിച്ചു കുറച്ച് നാളുകൾ, എൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട്. അപ്പൊ എനിക്കൊരു 100-300 പേരിരിക്കുന്ന വേദിയിൽ മൈക്കൊന്നും ഇല്ലാതെ ഉറക്കെ സംസാരിക്കാനും കോൺഫിഡൻസ് ലഭിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഒരു ട്രെയിനർ ആകുന്നതിന്റെ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹി ഷുഡ് ബി എ കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എനിക്ക് പറ്റുന്നെന്ന് എനിക്ക് തോന്നൽ വന്നു. അങ്ങനെ പതുക്കെ ഞാനിങ്ങനെ എൻ്റെ ഈ പറയുന്ന വൈ അല്ലെങ്കിൽ ഇക്കിഗായ് എന്ന വേർഡ് പറയുകയാണെങ്കിൽ അത് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തിയപ്പോഴാണ്, ഞാനൊരു ട്രെയിനർ ആയാൽ എനിക്ക് കുറച്ച് ആൾക്കാരിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. കുട്ടികളിൽ, പ്രത്യേകിച്ചും കുട്ടികളെയും പേരൻസിനെയും ഞാൻ മനസ്സിൽ കണ്ടത്. അങ്ങനെയാണ് ഞാൻ ട്രെയിനർ ആവുന്നത്, ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ കുറെ കോഴ്സുകളൊക്കെ ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നൈസ്ഡ് ട്രെയിനറിന്റെ ഒരു കൽക്കട്ടയിൽ പോയി 1 മാസം അവിടെ സ്റ്റേ ചെയ്തു. ഗവൺമെന്റ് കിട്ടാത്ത ലീവ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്ത് എന്റെ ലീവ് ഞാൻ കൊടുത്തു, ഒക്കെ പോയാണ് അത് ചെയ്തത്. അപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ സ്വന്തം വൈ കണ്ടെത്തിയതിൽ 1-2 എക്സാമ്പിൾ പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ സാറേ? വിൻസെന്റ് സാർ ഇപ്പം പറഞ്ഞു, പല ഘട്ടത്തിൽ പല വൈ ആയി, ശരിയാണ്. അതുപോലെ ഇപ്പോഴത്തെ ഘട്ടത്തിലുള്ള ഒരു വൈ കണ്ടെത്തിയ ഒരാൾ പറയൂ. ആർക്കും പറയാം. ഹലോ സാർ. ഞാൻ ഒരു 33 ഇയേഴ്സ് ഗവൺമെന്റ് സർവീസിലായിരുന്നു. 23 റിട്ടയർ ആയി. ഒരു നഴ്സിംഗ് സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ആയത്, കോട്ടയത്ത് നിന്ന്. അപ്പം അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ചിന്തിച്ചു, നമുക്കൊരു എക്സ്ട്രാ ഇൻകം വരികയും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിലേക്കൊന്ന് തിരിയാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം അതിൽ നിന്നും ഞാൻ കണ്ടെത്തിയത് കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ പ്രഗ്നൻസിയെ പറ്റിയൊക്കെയുള്ള കെയറിനെ പറ്റി അറിയത്തില്ലാത്തവർക്ക് ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു പാഷനാണ് കണ്ടെത്തിയത്. കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ്. അതൊരു നമ്മുടെ ഒരു വൈ കണ്ടെത്തിയതാണ് ശരിക്കും, അതല്ലേ മാഡം? ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ഈ ഘട്ടത്തിൽ നമ്മുടെ മാഡത്തിന്റെ ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻവാല്യുബിൾ ആണ്. വേറൊരാൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത എക്സ്പീരിയൻസ് മാഡത്തിനുണ്ട്. അത് മാഡം തിരിച്ചറിഞ്ഞു. മാഡം ഒരു കാര്യം കൂടി തിരിച്ചറിഞ്ഞു, ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ സൊസൈറ്റി. ഐ ഹാവ് ടു പെർഫോം ദാറ്റ്. ഫോർ ദാറ്റ് മാറ്റർ ഐ ഹാവ് സ്റ്റാർട്ടഡ് ദിസ് തിങ്. കൗൺസിലിംഗ് എത്രയോ പേര് ആഗ്രഹിക്കുന്നവരാണ്. അമേരിക്കയിൽ ഒരു രീതിയുണ്ട്, അതിന്റെ പേര് ഓൾഡ് കൂട്ട്സ് എന്നാണ് പറയുന്നത്. ഓൾഡ് കൂട്ട്സ്. അവരൊരു ബാനർ കിട്ടും,
അവരൊരു 6-8 പേര് പ്രായമുള്ള ആൾക്കാർ, എഞ്ചിനീയർമാർ കാണും, ഡോക്ടേഴ്സ് കാണും, പല പല മേഖലയിൽ സയന്റിസ്റ്റ് കാണും, ബിസിനസ് പീപ്പിൾ കാണും. അവരെല്ലാവരും പ്രായമൊക്കെ ആകുമ്പോൾ 10-60 വയസ്സ് 55 കഴിയുമ്പോൾ അവർ റിട്ടയർ ആകുമ്പോൾ ഒരിടത്ത് എവിടെങ്കിലും ഒരു അസംബ്ലി, ഒരു ഈവനിങ്ങിലോ മോർണിംഗിലോ, എന്നിട്ട് ഒരു ബാനർ കിട്ടും, ഓൾഡ് കൂട്സ് ഫോറം എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. അവരെല്ലാം ഒരു ബർമൂഡയൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ അടിച്ച് വെള്ളമോ ചിലപ്പോൾ ഒരു ബിയറോ ഒക്കെ ആയിരിക്കും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കാണും. അവരുടെ പറയുന്നതിന്റെ താഴെ ഒരു ടാഗ്ലൈൻ ഉണ്ട്, എക്സാക്ട് വേർഡ് ഞാൻ പറഞ്ഞു, വി ഗിവ് അഡ്വൈസ്, may not be correct, may not be right, but it's for free. ഇത് സൗജന്യമാണ്, ഞങ്ങൾ അഡ്വൈസ് ചെയ്യും, ശരിയോ തെറ്റോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇറ്റ് ഇസ് ഫ്രീ. ഓൾഡ് കൂട്സ് ഫോറം എന്നാണ്. ഓൾഡ് കൂട്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പരട്ട കിളവന്മാരെ കിളവികൾ, അവര് തന്നെ അവരെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവരെ എൻജോയ് ചെയ്യും, അവർ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. പുതിയ ചെറുപ്പക്കാർക്ക് അവിടെ വന്ന്, സർ ഇതെങ്ങനെയാണ് സർ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുക, അങ്ങനെ എന്ത് ചോദ്യം ചോദിക്കുക, ആർക്കും ഫ്രീ ആണ്. അപ്പൊ അവരുടെ ഒരു ദൗത്യമാണ്, അവരുടെ ഒരു മിഷനാണ് അത് പൂർത്തിയാക്കുന്നത്. അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം നമ്മുടെ ലൈഫിൽ. കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയെ ഉത്തേജിപ്പിക്കാൻ, ഇൻസ്പയർ ചെയ്യാനായിട്ട്, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അവരെ ഒരു പുതിയ ലൈഫിലേക്ക് വഴിതിരിച്ചു വിടാൻ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇൻവാല്യുബിൾ ആണ്. ആ ഇൻവാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലൈഫ് കൂടുതൽ മീനിങ് ഫുൾ ആവുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കൺസിഡറേഷനും മറ്റുള്ള ഒരു കാര്യം തടസ്സമാവത്തില്ല. വി വിൽ സ്പെൻഡ് എവറി മൊമെന്റ് വെരി വെരി വാല്യുബിളി, ഇഫക്റ്റീവ്ലി. അങ്ങനെ എല്ലാവർക്കും ഈ ഫോർത്തിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഞാൻ ഈ ഇക്കിഗായി എന്ന് പറയുമ്പോൾ എളുപ്പമാണ്, അത് കോൺസെപ്ച്വൽ ആയിട്ട് ഞാൻ ഇതിനകത്തൊരു നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ഒന്ന് ചെയ്യിക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കണേ. ഒരു PPT ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. സെക്കൻഡ് ഷെയർ ചെയ്യാൻ പറ്റുമോ മാഡം? ഹോസ്റ്റ് ഈസ് ഇൻ അലൗവിംഗ് ഷെയറിംഗ് ഫോർ ദിസ് മീറ്റിംഗ് എന്ന് എഴുതിയേക്കുന്നത്. ഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? പറ്റലുണ്ട് സാർ. ആരെങ്കിലും ഹോസ്റ്റ് ആക്കണ്ടേ എന്നെ? അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയാം. എല്ലാവരുടെ കയ്യിലും ഒരു പേപ്പറോ പേന കൈ കാണുമോ? തൊട്ടടുത്ത് കാണുമോ? അപ്പോഴ് നമ്മൾ ഈ ഇക്കിഗായ് അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞ, ജപ്പാൻകാർ ഇക്കിഗായ് എന്ന് പറയുന്നു, നമ്മൾ വൈ എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രൊഫഷനും പാഷനും മിഷനും വൊക്കേഷനും. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഏൺസ് യു മണി, അതാണ് വൊക്കേഷൻ നടത്തി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു പേപ്പറിൽ 4 കോളമായിട്ട് തിരിക്കാവോ. ഒന്നാമത്തെ കോളത്തില് പ്രൊഫഷൻ എന്ന് എഴുതണം, രണ്ടാമത്തെ കോളത്തിൽ മിഷൻ എന്ന് എഴുതണം മേളിൽ ടൈറ്റിലായിട്ട്, മൂന്നാമത്തേനകത്ത് എന്തോട്ട് സോറി രണ്ടാമത്തിൽ മിഷനോ പാഷൻ, രണ്ടാമത്തെ പാഷൻ, മൂന്നാമത്തെ മിഷൻ. തെറ്റി, പാഷൻ ആണ് ആദ്യമായിട്ട്. പാഷൻ മിഷൻ പ്രൊഫഷൻ വൊക്കേഷൻ, ഇങ്ങനെ 4ആയിട്ടൊന്ന് തിരിച്ചെഴുതാം മേഡം. പാഷൻ മിഷൻ പ്രൊഫഷൻ വൊക്കേഷൻ ഒന്ന് എഴുതാമോ? ഈ 4ഉം കൂടി ചേരുന്ന ഒരു വെൻ ഡയഗ്രം വരച്ചാൽ അതിന്റെ കോമൺ പോയിന്റ് ആണ് ഇക്കിഗായ്. ഈ 4ഉം കൂടെ ചേർന്ന ഒരു സാധനം നമ്മളുടെ പാഷൻ ആയിരിക്കും, നമ്മുടെ മിഷൻ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ ആയിരിക്കും, നമുക്ക് ചെറിയ വരുമാനവും തരുന്ന വൊക്കേഷനും ആയിരിക്കും. ഈ 4ഉം കൂടെ ചേരുമ്പോൾ നമ്മൾ ഫ്ലറിഷ് ചെയ്യും, നമ്മുടെ വൈ കറക്റ്റ് ആവും. എല്ലായ്പ്പോഴും വരുമാനമൊന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഓരോ ഘട്ടത്തിൽ, സാർ വിൻസെന്റ് സാറിന് പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിൽ നമ്മുടെ വൈ എങ്ങനെയായിരിക്കുമോ അതനുസരിച്ച് ആയിരിക്കും. പിന്നെ അത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചെയ്യുന്ന കാര്യവും നമ്മുടെ പാഷനും മിഷനും
പ്രൊഫഷനും ഒന്നായാൽ ഓക്കെ. പ്രൊഫഷൻ പോലും പ്രശ്നമല്ലാതെ വരും, പാഷനും മിഷനും ഒന്നായാൽ മതിയാവും. അപ്പം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഈ പാഷൻ എന്നുള്ള കോളത്തിൽ എഴുതി എന്തൊക്കെയാണെന്ന് ഓർത്ത് പറയാം. എൻ്റെ പാഷൻ ടീച്ചിങ് ആണ് കുട്ടിക്കാലത്ത്. പിന്നീട് അത് ഒരു ട്രെയിനിങ് എടുത്താൽ കൊള്ളാൻ തോന്നി. അപ്പൊ ഞാൻ പാഷന്റെ ഭാഗത്ത് ടീച്ചിങ്ങും ട്രെയിനിങ്ങും പിന്നെ സ്പീക്കിങ്ങും, ഒരു സ്പീച്ചൊക്കെ നടന്ന ഇഷ്ടമാണ്. അങ്ങനെ 3 എഴുതുന്ന കരുതുക. സപ്പോസ് എൻ്റെ ഒരു കേസ് ഞാൻ പറയാം, സാറിന് ഇത് കേട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ എഴുതാൻ വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുക. മിഷൻ എന്ന് പറയുന്നതിന്റെ ദൗത്യം, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ഇന്ത്യയിൽ പലയിടത്ത് സഞ്ചരിക്കുകയും പല പല ഡിപ്പാർട്ട്മെന്റ് ജോലിയും ചെയ്യും. എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിസ്ഡം ഉണ്ട്, ചെറുതായിട്ടെങ്കിലും ഒരു വിസ്ഡം. അത് അടുത്ത തലമുറയിലേക്ക് എങ്ങനെ കൊടുക്കാം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കുട്ടികൾക്കോ പേരൻസിനോ അല്ലെങ്കിൽ മുതിർന്നവർക്കായിരിക്കും ഒരു ട്രെയിനിങ് തന്നെയാണ് അപ്പോഴും വരുന്ന വാക്ക്. അപ്പൊ രണ്ടാമത്തെ മിഷൻ എന്ന കോളത്തിൽ വീണ്ടും ട്രെയിനിങ് എന്ന വാക്ക് വന്നു. സ്പീച്ചേഴ്സും വേണേൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മിഷനകത്ത് രണ്ടാമത് സ്പീച്ച്. മൂന്നാമത്തെ വാക്കായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ ആൾക്കാർ മോട്ടിവേറ്റിംഗ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. കുട്ടികളായാലും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ചോദിക്കും, മോളെ പാട്ട് പാടാൻ അറിയാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കും. പാട്ട് ചില കുട്ടികളൊന്നും പാടും, ചിലപ്പം ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നായിരിക്കും പാടുന്നത്. ഞാൻ പാടി കഴിയുമ്പോൾ ഒരു 2 വയസ്സൊക്കെ ഉള്ള കുട്ടി, ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ മോളെ സൂപ്പറായിട്ട് പാടി, മോളെ അടിപൊളിയാണല്ലോ, മോള് നല്ല ഗായികയാണല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞിങ്ങനെ കൈയും കാലൊക്കെ ആട്ടും, ഭയങ്കര തലയൊക്കെ ഇങ്ങനെ ആട്ടി ആ സന്തോഷം പ്രകടിപ്പിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ വലിയൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല, കാണാൻ എല്ലാവർക്കും പറ്റത്തില്ല. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ചിലപ്പോൾ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ചിലപ്പോൾ അത് പാട്ടുകാരിയോ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നത് ആ മേഖല എത്താൻ ഒരു വഴിവിളക്കാകാൻ ചിലപ്പോൾ ഒരു വാക്ക്, നമ്മുടെ ഒരു വാക്കിന് സാധിച്ചു. ആ അർത്ഥത്തിൽ ഞാനൊരു മോട്ടിവേറ്റർ ആണെന്ന് ഞാൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ കോളത്തിൽ ടീച്ചിങ്ങും ട്രെയിനിങ്ങും മോട്ടിവേഷനും ഞാൻ എഴുതി, സ്പീക്കിങ്ങും എഴുതി, 4 എഴുതി. അപ്പൊ 2 കോളം പൂർത്തിയായി. മൂന്നാമത്തെ കോളത്തിൽ ഞാൻ എഴുതുന്നത് പ്രൊഫഷനാണ്. എൻ്റെ പ്രൊഫഷനായിട്ട് എനിക്ക് സർക്കാർ സർവീസ് ഉണ്ട്, അത് ഞാൻ എൻ്റെ ജോലി എന്തായാലും ഞാൻ ചെയ്യും, അതിന് പ്രത്യേകത്ത് തർക്കമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നതിൽ ഞാൻ അതിനെ ഒരു പ്രൊഫഷനായിട്ട് കാണാനും ട്രെയിനിങ്ങിനെയാണ് എഴുതിയത്. 4ാമത് ഞാൻ നോക്കിയ വൊക്കേഷനാണ്. വൊക്കേഷൻ മീൻസ് ദാറ്റ് ബ്രിങ്സ് യു മണി. ഞാൻ ട്രെയിനിങ് ഒരു വലിയൊരു പ്രൊഫഷനാണ്, ഒരു വൊക്കേഷനാണ്, ഒരുപാട് പണം കിട്ടുന്നൊരു മേഖലയും കൂടിയാണ്. അപ്പൊ ഉദാഹരണം കോർപ്പറേറ്റ് ട്രെയിനർ ആകുക, അല്ല ഇപ്പൊ പേരന്റിങ് എടുത്താൽ പോലും സ്കൂളിൽ പോകുമ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളും സംഭാവനയും കൊടുക്കുമല്ലോ, ആരും ഒന്നും കൊടുക്കാതെ വിടാറില്ലല്ലോ. അപ്പം ആ അർത്ഥത്തിൽ അവിടെയും ഒരു ഇൻകം വരുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടി ഞാൻ നോക്കിയപ്പോൾ 1ാമത്തെ കോളത്തിൽ എഴുതിയ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് 2ാമത്തെ കോളത്തിലുള്ള മാച്ചിങ് ആവുന്നു അല്ലെങ്കിൽ റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ട്രെയിനിങ് 2 വന്നു. 3ാമത്തെ കോളത്തിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെയും പ്രൊഫഷണൽ അർത്ഥത്തിൽ ട്രെയിനിങ് വന്നു. അപ്പൊ ഞാൻ വട്ടം വരച്ചു. 1, 2, 3 ട്രെയിനിങ് ആണ് വട്ടം വരച്ചത്. 4ാമത്തെ കോളത്തിൽ ഞാൻ നോക്കിയപ്പോൾ that brings you money, അതും ട്രെയിനിങ് ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു വൈ എന്ന് ഞാൻ കണ്ടെത്തിയത് ട്രെയിനർ ആകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ IMG-യിൽ, കേരള ഗവൺമെന്റ് IMG-യിൽ കിട്ടാവുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ട്രെയിനർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും കോഴ്സുകൾ ചെയ്തു. പിന്നീട് ഞാൻ ട്രെയിനർ ഓഫ് ട്രെയിനർ ആകുന്നതിന് വേണ്ടി ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്ലൈ ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ വിളിച്ചനുസരിച്ച് കൽക്കട്ടയിൽ പോയി. അത് ഇവര് റെക്കമെൻഡ് ചെയ്യണം, നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർ നമ്മുടെ ഫാക്കൽറ്റി റെക്കമെൻഡ്. കൽക്കട്ടയിലുള്ള ഒരു ഹിമാംശു ജ്യോതി ചൗധരി IAS, അദ്ദേഹമായിരുന്നു എൻ്റെ ഫാക്കൽറ്റി. അത് ഡിസൈൻ ഓഫ് ട്രെയിനിങ് എന്നുള്ള വിഷയത്തിലായിരുന്നു. അപ്പൊ അതേ എന്നെ റെക്കമെൻഡ് ചെയ്തു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി കൽക്കട്ടയിൽ പോയി. എനിക്ക് ലീവ് കിട്ടിയില്ല, വളരെയേറെ ശ്രമിച്ചു ഞാൻ, പക്ഷെ പോയി. ലീവ് എന്നെ സാങ്ഷൻ ആവുന്നതിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് പോയേ പറ്റത്തുള്ളൂ. എൻ്റെ അതത്ര പാഷനാണ്, പോയേ പറ്റൂ. അവിടെ ചെന്നു. ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ലീവ് സാങ്ഷനായി പേപ്പർ വന്നത്.
അതൊന്നും നമ്മൾ അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഔട്ട്കംസ് ബിക്കോസ് ദർ ഇസ് എ പാഷൻ. അങ്ങനെ അതുപോലെ ഇതാണ് നിങ്ങളുടെ പാഷനും മിഷനും പ്രൊഫഷനും ഇതിൽ വൊക്കേഷനും ആ കോളത്തിലൊന്ന് അല്പനേരം മൈൻഡ്ഫുള്ളായി ഇരുന്നതിന് ശേഷം ഒന്ന് എഴുതണം. അല്പനേരം കണ്ണടച്ചിരുന്ന് നിങ്ങൾ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ജസ്റ്റ് ലിസൺ യുവർ ബ്രീതിങ് പ്രോസസ്, ഇൻഹെയിലിംഗ് ആൻഡ് ഹൗ എക്സെയിലിംഗ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിനോടൊപ്പം ഉള്ളിലേക്ക് പോയി ശ്വാസനാളത്തിലൂടെ ശ്വാസകോശം നിറയുന്നതായി കാണുക, വിഷ്വലൈസ്. തിരിച്ചത് 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഈ ഓക്സിജൻ ശരീരത്തിലേക്ക് മിക്സ് ചെയ്യും. തിരിച്ചു വരുന്ന മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നതും ഒന്ന് ശ്രദ്ധിച്ചു 2-3 തവണ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം കണ്ണടച്ച് തന്നെ ഇരുന്നു. നിങ്ങളുടെ പാഷൻ, ദ റിയൽ പാഷൻ എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക, കണ്ടെത്താൻ. അതുപോലെ മിഷനും ലോകം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രൊഫഷൻ, വൊക്കേഷൻ, ഈ 4 എണ്ണത്തിനെ കുറിച്ച് ചിന്തിച്ച് ആ കോളങ്ങളിൽ എഴുതുക. ഒന്നൊന്നിനോട് ചേരുന്നതായിരിക്കണം. ആദ്യത്തെ കോളത്തിലേത്, രണ്ടാമത്തെ കോളത്തിലേതുമായി ചേരണം. 1, 2, 3-ാമത്തതുമായി ചേരണം. 1, 2, 3, 4-ാമത്തെ കോളത്തിലെ വാക്കുകളുമായി റെസൊനേറ്റ് ചെയ്യണം. ഒരു കോമൺ പോയിന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ണു തുറന്നിട്ട് എഴുതി നോക്കാം. എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാം കിട്ടണമെന്നില്ല, ഒരു പ്രശ്നവുമില്ല. ദിസ് ഇസ് എ സിമ്പിൾ ഡെമോ എക്സസൈസ്. ആർക്കെങ്കിലും എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ 1, 2, 3, 4 കോളം എഴുതാൻ കഴിഞ്ഞെങ്കിൽ അവർക്കൊന്ന് പറയാൻ ശ്രമിക്കാം. കാര്യം സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട്, സമയം അലോട്ട് ചെയ്ത് തീർന്ന് ഇരിക്കുന്നതുണ്ട്. 4 കോളത്തിൽ എന്തെങ്കിലും റെസൊനേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും എഴുതാൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇത്രയും സമയം പോരാ, ഐ നോ ദ ലിമിറ്റേഷൻ, ബട്ട് യു ക്യാൻ പ്രാക്ടീസ് ദിസ് അറ്റ് ഹോം. യു ക്യാൻ ഫൈൻഡ് ഔട്ട് വൈ. ആർക്കെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടിയോ? കിട്ടിയെങ്കിൽ അവർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാം, ഒന്ന് പറയാം. ഇത്രയും സമയം പോരാ, എനിക്കറിയാം, ചോദിക്കുന്നേ ഉള്ളൂ. മണി സാറിന് എന്തെങ്കിലും കിട്ടിയ സാറേ? സാറ് മുഴുവനായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഡീപ്പായിട്ട് ഉള്ള കാര്യം പറയാം. ഞാനിപ്പം കുറച്ച് സ്ഥലങ്ങൾ, വിസിറ്റിംഗ് പ്ലേസസ് ആൻഡ് റിലേഷൻഷിപ്പാണ്. ബന്ധങ്ങളെ കാര്യങ്ങള്, റിലേഷൻഷിപ്പ്, സുഹൃത്തുക്കളായാലും ശരി, കുടുംബക്കാര്, ബന്ധുമിത്രാദികള്, അതുപോലെ ഈ എഫെക്ഷനും അവരുടെ സ്നേഹബന്ധങ്ങളും കുറച്ചും കൂടി ഗാഢമാക്കാനും, അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ, ഇന്ത്യയിലുള്ളത് പുറത്തുള്ളതായിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പൊ ആ പ്രകൃതിയുടെ ഇത്തരം മനോഹരമായ ദൃശ്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി ഈ ഒക്കേഷണൽ ആയിട്ടുള്ളത് എന്റെ മനസ്സിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. പണത്തിന്റെ കാര്യം അങ്ങനെ വന്നിട്ടില്ല. നിർബന്ധമൊന്നുമില്ല സാർ, അത് വേണ്ട ഞാൻ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ 2 ഭാഗം, സാറിന്റെ ഒരു പാഷനും ഒരു മിഷനും ഏകദേശം ആ 2 ഈ പറഞ്ഞ വാക്കുകളിൽ വരുന്നുണ്ട്. ആദ്യത്തെ 2 ഫില്ലായി കഴിഞ്ഞു. അവസാനത്തെ 2 നിർബന്ധമില്ല, നമ്മൾ ഓരോ ഘട്ടം അനുസരിച്ചാണ്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു 30 വയസ്സ് 25 വയസ്സുള്ളതാണ്, അവൻ പൈസ ഉണ്ടാക്കി അവൻ ലൈഫ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഒരു പൊസിഷനിൽ എത്തിക്കുമ്പോൾ നമ്മൾ പണമല്ല അവിടെ വിഷയം, നമ്മുടെ വാല്യൂ ആണ്. അപ്പൊ സാറ് പറഞ്ഞത് വളരെ മീനിങ് ആണ്, കംപ്ലീറ്റും ആണ് ഇൻ വൺ റെസ്പെക്ട്, മെനി റെസ്പെക്ട്സ്. വേറെ ആർക്കെങ്കിലും? താങ്ക് യു സർ.
ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ഷെയർ ചെയ്ത് നമുക്ക് ഇതിലേക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇത് നമുക്ക് അല്പം സമയം എടുത്ത് ചെയ്യേണ്ട പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ഐ കനോട്ട് കമ്പൽ പ്രസന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എനിക്ക് ഈ 5am ക്ലബിന്റെ ഈ ഒരു 2096 മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി ഇത്രയും നാളായി തുടങ്ങിയ ഒരു ഡെഡിക്കേഷനും ഒരു പാഷനും എല്ലാം അതിനകത്ത് പ്രകടമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് ഇങ്ങനെ അവസരം തന്ന ഷൈമിന മാഡത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. സർ, ഷൈനി മാഡം ആണ് സാറിനെ വിളിച്ചിരുന്നത്. ഷൈനി മാഡം ആണ് സാറുമായി കണക്ട് ചെയ്തിരുന്നത്. ഷൈനി മാഡം. ഷൈനി എന്നാണ് ഞാൻ സേവ് ചെയ്യാതെ ഇവിടെ വന്നപ്പോൾ ഡൗട്ട് വന്നു. ഷൈനി മാഡം ഇതിനകത്ത് ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ഓക്കെ. ഷൈനി മാഡം, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നമ്മുടെ ഫീഡ്ബാക്ക് സെഷനാണ്. എല്ലാവരെയും ഫീഡ്ബാക്ക് പറയാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. ഇക്കാര്യം ഞാൻ വായിച്ചിട്ടില്ല, വായിക്കണമെന്നുണ്ട്. എന്തായാലും അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു. മാജിക് മോർണിംഗ് സർ. നല്ലൊരു സെഷനായിരുന്നു. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ വൈന്ന് ചേർത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ഇന്ന് വളരെ ലളിതമായ വാക്കുകൾ കൂടി വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവിതം അതിലെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ 5am തന്നെ ഈ ധന്യമുഹൂർത്തത്തിൽ സാറ് തന്നത് വളരെ ഒരു ഗിഫ്റ്റായിട്ട് കരുതാണ്. അപ്പൊ ഇത് വളരെ ലളിതമായിട്ട് കുറെ നല്ല എക്സാമ്പിൾ കൂടി സാറിന്റെ ആ ഇത് നമ്മളെ മിഷനും വിഷനും പ്രൊഫഷനും അതുമാതിരി തന്നെ വൊക്കേഷനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് വളരെ സയന്റിഫിക് ആയിട്ട് സാറ് നമ്മളെ മനസ്സിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കേട്ട വിവരം തന്നെയാണെങ്കിലും കുറച്ച് ഭംഗിയായിട്ടാണ് അത് പ്രസന്റ് ചെയ്തത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു ഫോർ എവരിത്തിങ്. ഓക്കെ സാർ, തീർച്ചയായിട്ടും മിക്കിഗയുടെ എത്രയോ ക്ലാസ്സുകൾ ഈ 5am ക്ലബിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ആ കാര്യം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് സാറ് വളരെ വ്യക്തമായിട്ട് ഈ രാവിലെ നമ്മളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മുടെ പാഷൻ എന്താണ്, മിഷൻ എന്താണ്, നമ്മുടെ പ്രൊഫഷൻ എന്താണ്, വൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും കൂടെ യോജിച്ച് വന്നാലേ നമുക്ക് ഒരു നമ്മുടെ ഇക്കിഗായി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പാഷൻ പോകുവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പം കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ നോളജ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിസ്ഡം നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തിരുത്തുന്നതിന് തീർച്ചയായും നമ്മുടെ സാർ ഇനിയും നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, ഹലോ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ബീന മാം. റുസാലിൻ.
സജിത മാം. മാജിക് മോർണിംഗ്. ഓക്കെ പറഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. നല്ലൊരു വ്യത്യസ്തമായ ഒരു ക്ലാസ് എന്ന് പറയാം. നല്ലൊരു അനുഭവമായിരുന്നു. സാറിന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് മനസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പാഷനും വിഷനും പ്രൊഫഷനും എല്ലാമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് സാർ വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. പറഞ്ഞോളൂ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാരണം മനസ്സിലാക്കി തരുന്നതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഈ ക്ലാസ് എന്ന് മനസ്സിലായത്. അത് ഒരു 4 വേർഡുകളിലൂടെ പാഷൻ, മിഷൻ, പ്രൊഫഷൻ, ഒക്കേഷൻ, ഇതുകൂടി 4 കൂടി ചേർത്ത് അതിൽ തന്നെ നമുക്കൊരു വരുമാനവും നമുക്കൊരു സന്തോഷവും കണ്ടെത്തുന്ന രീതിയിലേക്ക് ഒന്ന് കുറച്ച് നമ്മുടെ എന്തിനായിരുന്നു നമ്മൾ ജീവിക്കുന്നത്, കുറേ നേരം ഇങ്ങനെ ഈ വൈ എന്നുള്ള ഒരു ചോദ്യത്തിന് പുറകിൽ കുറേ സമയം ഇങ്ങനെ ഇരുന്നു പോയി. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. നല്ലൊരു ഐ ഓപ്പണിങ്ങും അതുമാത്രമല്ല നമുക്കൊരു ഒരു തിരിച്ചറിവിലേക്കും കൂടെ എത്തുന്ന ഒരു നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മനസ്സിലാകും. സാജിദ മാം. ഗുഡ് മോർണിംഗ് സർ. പറഞ്ഞോളൂ ദിവ്യ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇക്കിഗൈനെ കുറിച്ചൊന്നും കുറച്ച് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞ സാർ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് വൈ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല, കുറച്ചധികം ദിവസം എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് അതിന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിഷനും പാഷനും പ്രൊഫഷനും ഒക്കെ ഒന്നായിട്ട് മാറുന്ന ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അതില് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആകെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിലെത്തിച്ചേരാൻ പറ്റുന്ന സാറിന്റെ എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം. ഇനി നമുക്കും കുറെ കാര്യങ്ങൾ അതിൽ ചിന്തിച്ച് നമ്മൾ ആഡ് ചെയ്ത് നമുക്കും എന്താ പറയാ എന്താണ് നമ്മളുടെ പാഷനാക്കി തീർക്കേണ്ടതെന്നതിനെ ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നിന്ന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഇനിയും ഇതുപോലെ ക്ലാസ്സുകളായിട്ട് ഞങ്ങളുടെ കൂടെ ചേരണം. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആരാ? താങ്ക് യു സാർ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ, അത് ഉള്ളിലേക്കുള്ള ഒരു തിരിച്ചു നോക്കുന്നത് ആവശ്യമാണ്. കാരണം വൈദ്യുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ള ശരിക്കുള്ള ഒരു അവലോകനം അനാലിസിസ് നടത്തുകയാണെങ്കിൽ മാത്രമേ അത് പ്രായോഗികമാക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് സാറ് പറഞ്ഞു തന്നത്. സാറിൻ്റെ അനുഭവങ്ങളിലെ കൂടെ തന്നെ സാറത് പറഞ്ഞു. ഈ പാഷനും മിഷനും പ്രൊഫഷനും ഒക്കെ ഉള്ളത് നമ്മൾ അത്ര ചിന്തിക്കാറില്ല. നമ്മൾ ഏതെങ്കിലും ആവണം വിചാരിക്കും, അത്രയുള്ളൂ. പക്ഷെ നമ്മുടെ പാഷനാണോ, നമുക്ക് പറ്റുന്നതാണോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു അവലോകനം, സ്വയം ഒരു അവലോകനം, ആത്മപരിശോധന നമുക്ക് നന്നായിരിക്കും എന്നുള്ളതാണ് സാറിൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും.
വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അത് മാത്രമല്ല അതിന് പിന്നിൽ നമ്മൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കും കൂടി വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു വൈ അതിന്റെ വ്യക്തമായ ഒരു ആൻസർ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് തോന്നിയത് എനിക്ക്. അല്ലേ സർ? അതെ madam, your desire should be so intense that you will find out your why so easily. Yeah. Thank you, sir. Thank you, Divya. Sujit sir? ഹലോ, എന്നാ പിന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. പാഷൻ, മിഷൻ, പ്രൊഫഷൻ, വൊക്കേഷൻ 4 കൂടി ചേരുമ്പോൾ നമ്മുടെ വൈ കറക്റ്റ് ആകുന്നു. അതായത് നമ്മൾ ഏത് വൈകൾ കണ്ടെത്തിയാലും സമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ ആയിരിക്കണം. അങ്ങനെ ആയാൽ നമുക്ക് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാനായി നമുക്ക് കഴിയും എന്ന ഒരു അറിവ് വൈ എന്ന ടോപ്പിക്കിലും കൂടി നമുക്ക് സമ്മാനിച്ച തിബീൻ സാറിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു തിബീൻ സാർ. താങ്ക് യു ഓൾ. Thank you all. Thank you, ഇനിയും sir. സാറിന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു സാർ. Thank you so much.